Hi everyone, welcome to the video. So yes, I hope you're all doing good. എല്ലാവരും പൊതുവായിട്ട് പറയുന്നൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ മോസ്റ്റ്ലി എല്ലാ സ്റ്റുഡൻസും പറയുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് വൊക്കാബുലറി പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്ന വൊക്കാബുലറി ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ പ്രോബ്ലത്തിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്ന് പറയുന്ന മെത്തേഡാണ്. നമ്മൾ കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്ന മെത്തേഡ് യൂസ് ചെയ്താണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവും. കോംപ്രിഹെൻസിബിൾ ഇൻപുട്ടിൽ നമ്മൾ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. അത് ചെറിയ ചെറിയ മിനി വ്ളോഗ്സിലൂടെ ആയിരിക്കും, ചെറിയ ചെറിയ ട്രാവലിംഗ് വീഡിയോസിലൂടെ ആയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള കാര്യം കണ്ടുകൊണ്ട് അത് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകണം. ഓക്കെ, സോ ദിസ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സെയിം ടൈം നോട്ട് ബോറിംഗ് ആൻഡ് റിയലി ഹെൽപ്ഫുൾ ഫോർ യു. ഇന്ന് ഞാൻ നിങ്ങളെ ഷോപ്പിങ്ങിന് കൊണ്ടും ചെറിയ ചെറിയ ട്രിപ്പുകൾ കൊണ്ടും എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്ന് ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും നിങ്ങളൊരു അഡ്വാൻസ് സ്പീക്കർ ആണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ടോട്ടൽ I'll be teaching you 3000 English words. 3000 ഇംഗ്ലീഷ് വേർഡ്സാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഇതിൽ ഓരോ വീഡിയോസിലും നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 30 to 40 വേർഡ്സ് നമ്മൾ പഠിക്കും. എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോയിലും 30 മുതൽ 40 വരെ വാക്കുകൾ നമ്മൾ പഠിക്കും. സോ ദിസ് ഈസ് the fastest way to learn English and it is 4x faster than any other video. നമ്മൾ വൊക്കാബുലറീസ് പഠിക്കും, സെൻറ്റൻസ് എങ്ങനെ സ്ട്രക്ചർ ചെയ്യാമെന്ന് പഠിക്കും, അതായത് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കും, ഓരോ വാക്കും എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് പഠിക്കും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇംഗ്ലീഷിൽ എങ്ങനെ തിങ്ക് ചെയ്യാമെന്ന് പഠിക്കും. ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്, എങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വൊക്കാബുലറി പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിച്ച വാക്കുകൾ ഓർത്ത് വെക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ, അതോ ഏത് വാക്ക് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്ത പ്രശ്നമുണ്ടോ, ഓരോ വസ്തുവിൻ്റെയും പേരെന്താണെന്ന് അറിയാത്ത പ്രശ്നമുണ്ടോ? ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉള്ള പരിഹാരമാണ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്ന് പറയുന്ന മെത്തേഡ്. സോ ലൈക്ക് ജാവ, ദിസ് ഈസ് സിമ്പിൾ ആൻഡ് പവർഫുൾ ആൻഡ് വെരി എഫക്റ്റീവ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ടുഡേ വി ആർ ഗോയിങ് ഫോർ ഷോപ്പിംഗ്. നമ്മളൊരു ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോകുന്നത്. ആൻഡ് I'll be teaching you all these 40 words. Come, let's go. സോ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കാർമേഘമുണ്ട്. ഇറ്റ്സ് അബൌട്ട് ടു റെയിൻ. സോ ഇങ്ങനെ കാർമേഘമുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓവർകാസ്റ്റ്. ദ സ്കൈ ഇസ് ഓവർകാസ്റ്റ്. ദ സ്കൈ ഇസ് ഓവർകാസ്റ്റ്. അല്ലെങ്കിൽ ദ സ്കൈ ഇസ് ക്ലൗഡി. ദ സ്കൈ ഇസ് ക്ലൗഡി. സോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്ന് പോവുകയാണ് ബസ് സ്റ്റേഷനിലേക്ക്. സോ ഐ എം വാക്കിംഗ് ടു ദ ബസ് സ്റ്റേഷൻ. ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് പെഡസ്ട്രിയൻസ്. പെഡസ്ട്രിയൻസ്. സോ നമ്മൾ ഷോപ്പിംഗ് മാളിലെത്തി. ഇവിടെ ഒരു ഉരുളിയിൽ കുറേ ഫ്ലവേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്. ഇവിടെ നമ്മളൊരു പ്രതിമയിൽ കുറേ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മൾ ഷോപ്പിംഗ് മാളിൽ കാണാറുണ്ട് അല്ലേ? അതിനെ പറയുന്ന പേരാണ് മാനിക്വീൻസ്. Mannequin. So now I got into the lift. ഞാൻ ലിഫ്റ്റിനകത്ത് കയറി. ഇപ്പോൾ the doors are closed. ലിഫ്റ്റിൻ്റെ ഡോർസ് ക്ലോസ്ഡ് ആണ്. The lift is moving down. The lift is moving down. ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യാണ്. Okay, it reached the parking lot. ഇതിനെ നമ്മൾ പാർക്കിംഗ് ഏരിയനെ നമ്മൾ പറയുന്നത് ഒന്നുകിൽ പാർക്കിംഗ് ലോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ പാർക്കിംഗ് ഗ്യാരേജ് എന്ന് പറയാം. പാർക്കിംഗ് ലോട്ട് ഓർ പാർക്കിംഗ് ഗ്യാരേജ്. ഇപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ്. ദ ലിഫ്റ്റ് ഇസ് മൂവിങ് അപ്പ്. ദ ലിഫ്റ്റ് ഇസ് മൂവിങ് അപ്പ്. ലിഫ്റ്റ് മുകളിലേക്ക് പോവാണ്. ദ ലിഫ്റ്റ് ഡോർസ് ആർ ഓപ്പൺ. ദ ലിഫ്റ്റ് ഡോർസ് ആർ ഓപ്പൺ. ലിഫ്റ്റിൻ്റെ ഡോറുകൾ തുറന്നു. ദ ലിഫ്റ്റ് ഡോർസ് ആർ ഓപ്പൺ. Now the lift doors are closed again. The lift doors are closed again. വീണ്ടും ലിഫ്റ്റിൻ്റെ ഡോറുകൾ അടഞ്ഞു. അപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. സോ നമ്മളിനി
കുറച്ച് ഡ്രസ് മെറ്റീരിയൽസാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്രസ് മെറ്റീരിയൽസ്. സോ ഇവിടെ കുറച്ച് റെഡിമെയ്ഡ്സ് ഉണ്ട്. റെഡിമെയ്ഡ് ഡ്രസ്, അതായത് ഇടാൻ നമുക്ക് ഫുൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിന് നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് എ പ്രൈസ് ടാഗ്. നമ്മൾ ഈ വില എഴുതി വെച്ചേക്കുന്ന ആ ഒരു സ്റ്റിക്കർ, അതിനെയാണ് നമ്മൾ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടാഗ് പോലത്തെ സാധനം ഡ്രസ്സിനുള്ള. അപ്പോൾ ഞാനൊരു ഫാബ്രിക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹി ഈസ് മെഷറിങ് ദ ഫാബ്രിക്. അയാൾ ഫാബ്രിക് മെഷർ ചെയ്യുകയാണ് യൂസിങ് എ മെഷറിങ് സ്കെയിൽ. ആ മെഷർ ചെയ്യുന്ന സ്കെയിലിനാണ് മെഷറിങ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹിസ് ഗോണ കട്ട് ദ ഫാബ്രിക് യൂസിങ് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഫാബ്രിക് കട്ട് ചെയ്യാൻ പോവാണ്. Okay, he's going to cut the fabric using scissors, and the color of the fabric is peach. ഇവിടെ കുറേ കുറേ ഫാബ്രിക് നിങ്ങൾക്ക് കാണാം ഒരു റോഡിൽ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കാണ്. സോ ദ ഫാബ്രിക്സ് ആർ റോൾഡ് ഓൺ ടു എ റോഡ്. ഇവിടെ അതേസമയം നിങ്ങൾ നോക്കിയാൽ കാണാം ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദേ ആർ ഫോൾഡഡ് മടക്കി വെച്ചേക്കുവാണ് അല്ലേ. സോ ഐ ഗോട്ട് ദ ബിൽ, ഐ പെയ്ഡ് മൈ ബിൽ ആൻഡ് നമുക്ക് നമ്മുടെ പാക്കേജ് കിട്ടി. ഗോട്ട് ദ പാക്കേജ് ആൻഡ് ഗ്രോസറി സ്റ്റോറിൽ നമ്മൾ കയറുമ്പം they'll staple your package. So he stapled my package. സോ നമ്മൾ ഗ്രോസറി സ്റ്റോറിലെത്തി. ഇപ്പോൾ നമ്മൾ ഗ്രോസറി സ്റ്റോറിൽ സാധനങ്ങളൊക്കെ എടുത്തിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഉന്തുവണ്ടീനെ പറയുന്ന പേരാണ് ഷോപ്പിംഗ് കാർട്ട്. ഇവിടെ ഞാൻ ഷോപ്പിംഗ് കാർട്ട് മുന്നിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുകയാണ്. സോ അതിനെ നമ്മൾ പറയാം I'm pushing the shopping cart. അതേസമയം നമ്മൾ ആ ഷോപ്പിംഗ് കാർട്ടിനെ നമ്മളുടെ അടുത്തോട്ട് വലിക്കുകയാണെങ്കിൽ യു ക്യാൻ സേ I'm pulling the shopping cart. ഷോപ്പിംഗ് കാർട്ട് നമ്മൾ നമ്മുടെ അടുത്തോട്ട് വലിക്കും. ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. സോ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേര് പരിചയപ്പെടുത്തി തരാം. മാംഗോസ് നിങ്ങൾക്കറിയാം. ദിസ് ഇസ് റംബൂട്ടൻ. വാട്ടർമെലൺ, നമ്മുടെ കുമ്പട്ടിക്ക, തണ്ണിമത്തൻ എന്നൊക്കെ പറയുന്ന സാധനം. ഇനി നമ്മൾ കാണാൻ പോകുന്ന സാധനം ആക്ച്വലി ഇത് ഓറഞ്ചസ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് അല്ലിയില്ലാത്ത സാധനത്തിനാണ് നമ്മൾ ഓറഞ്ച് എന്ന് പറയുക. മറ്റേ ഈ അല്ലിയുള്ളതിനെ നമ്മൾ ടാഞ്ചുറീൻ എന്നാണ് പറയുക. എന്നാണ് പറയുക കേട്ടോ. ഇത് ഓറഞ്ചാണ്, മറ്റേത് ടാഞ്ചുറീൻ. ഓക്കെ, സോ ഇവിടെ വി ക്യാൻ സീ സം ഗ്രീൻ ആപ്പിൾസ്, നോർമൽ റെഡ് ആപ്പിൾസ്. അതിൽ എനിക്കൊന്ന് 2 വെറൈറ്റി എന്തോ റെഡ് ആപ്പിൾ ഉണ്ട്. ആൻഡ് ഇവിടെ ചിക്കു എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ മലയാളത്തിലും ചിക്കു എന്ന് തന്നെയാണ് പറയുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. ടെൻഡർ കോക്കനട്ട്, നമ്മുടെ കരിക്ക് അഥവാ ഇളനീര്. ടെൻഡർ കോക്കനട്ട്. പൈനാപ്പിൾ, നമ്മുടെ മാതളം അഥവാ പൊമഗ്രാനൈറ്റ് മാതളം. ഇത് പപ്പായ, ഇതെല്ലാവർക്കും അറിയാം. സോ പപ്പായ ആൻഡ് മുസംബി അറിയാലോ, ഒരു സിട്രസ് ഫ്രൂട്ടാണ്. നൗ വി ക്യാൻ സീ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. അതുപോലെ നമ്മൾ മുട്ടപ്പഴം എന്ന് പറയുന്ന സാധനം, എഗ് ഫ്രൂട്ട്. ഹിയർ കംസ് കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന മാംഗസ്റ്റീൻ. പ്യോർ, ഇതാണ് പ്യോർ ഫ്രൂട്ട്. പേരയ്ക്ക അഥവാ ഗുവാവ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ അല്ലി ഓറഞ്ചില്ലേ, ഉള്ളിൽ അല്ലിയുള്ള ഓറഞ്ച്. സോ അതിനെയാണ് നമ്മൾ ടാഞ്ചുറീൻ എന്ന് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ബനാനാസ്. ഇവിടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കാണാം. ഇതിനെ പറയുന്നത് ഷെലോട്ട്സ്. ഗാർലിക്, വെളുത്തുള്ളി, ഗാർലിക്. ഇത് പീൽഡ് ഗാർലിക് ആണ് കേട്ടോ, തോല് കളഞ്ഞ ഗാർലിക്.
ആൻഡ് ഇവിടെ കുറച്ച് ആപ്പിൾസ് ഉണ്ട്, ഗ്രേപ്സ് മുന്തിരി, പ്ലംസിന് മലയാളത്തിലും പ്ലംസ് എന്ന് ഞാൻ പറയാൻ തോന്നുന്നു, ഗ്രേറ്റഡ് കോക്കനട്ട് ചിരകി വെച്ച്. ഇവിടെ കൂർക്ക, ചൈനീസ് പൊതേറ്റോ. കൂർക്കനെ പറയുന്ന പേരാണ് ചൈനീസ് പൊതേറ്റോ. ഇത് ക്ലീൻ ചെയ്തതാണ് കേട്ടോ, ക്ലീൻഡ് ചൈനീസ് പൊതേറ്റോ. മഷ്റൂംസ്, ബട്ടൺ മഷ്റൂംസ് ആണ്, മഷ്റൂംസ് അഥവാ കൂൺ. പിന്നെ നമുക്ക് കുറച്ച് മൈക്രോഗ്രീൻസ് ഉണ്ട്. മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച പയറൊക്കെ മുളപ്പിച്ച, ശരി, അതിനാണ് മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത്. ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ കുഞ്ഞി ചെറിയ ടൊമാറ്റോ ഇല്ലേ, ചെറിയ തക്കാളി, അതാണ്. സ്വീറ്റ് കോൺ ചോളം, അതും പാക്കേജ്ഡാണ് കേട്ടോ, എല്ലാം പാക്ഡാണ്. ഈ സ്ട്രോബെറി പിന്നെ എല്ലാവർക്കും അറിയാലോ, കുറച്ച് സവർ ആൻഡ് സ്വീറ്റ് ഫ്രൂട്ടാണ് സ്ട്രോബെറി. ബ്ലൂബെറി ഇത് ചുരക്ക അഥവാ ബോട്ടിൽ ഗോഡ്. ഇത് നമ്മുടെ കക്കിരി, ക്യുക്കമ്പർ എന്നാണ് പറയുക. ഇത് കയ്പ, ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, കയ്പുള്ളതായതുകൊണ്ട് അതിനെ ബിറ്റർ ഗോഡ് എന്ന് പറയുന്നു. ഇത് മുരിങ്ങ, ഡ്രം സ്റ്റിക്ക്. ഞാനിത് 3 എടുത്തിട്ടുണ്ട്. സോ ഐ ടുക്ക് 3 ഡ്രം സ്റ്റിക്സ്. നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 3 ഡ്രം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന വെജിറ്റബിൾ എന്ന് പറയുന്നത് ബ്രിഞ്ചോൾ. ഇത് ബ്രോക്കലി. ഇത് നമ്മൾ ഈ ബർഗേഴ്സിലൊക്കെ വെക്കുന്ന ഒരു ഇലയാണ്, ലറ്റസ്. ഇത് അമരപ്പയർ പോലത്തെ എന്തൊരു സാധനമാണ്, എന്താണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് റാഡിഷ്, റെഡ് റാഡിഷ്. എന്താ റാഡിഷിന് മുള്ളങ്കി. ഇവിടെ കുറച്ച് ചീരയുണ്ട്, സ്പിനാച്ച്. പിന്നെ മിൻറ്റ് ലീവ്സ്, പുതിന അഥവാ മിൻറ്റ് ലീവ്സ്. പിന്നെ കുറച്ച് മല്ലിയില, കൊറിയാൻഡർ ലീവ്സ് ആൻഡ് കറിവേപ്പില, കറി ലീവ്സ്. ഇത് ബ്രിഞ്ചോൾ അല്ലെങ്കിൽ ഓബർജിൻ അല്ലെങ്കിൽ എഗ് പ്ലാന്റ്. ഇത് 3 വഴുതനയ്ക്ക് നമ്മൾ പറയുന്നത് കേട്ടോ. ബ്രിഞ്ചോൾ, ഓബർജിൻ ആൻഡ് എഗ് പ്ലാന്റ്. ക്യാരറ്റ് ഉണ്ട്, ടൊമാറ്റോസ്, തക്കാളി, ചൗ. ഇതിന് മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ ഒരു വെജിറ്റബിളിന് പറയുന്ന പേര് ചൗ എന്നാണ്. നമ്മൾ ബബ്ലി മൂസ് എന്നൊക്കെ പറയുന്ന നാരങ്ങ, അതാണ്. ഇതിന് പൊമേലോ എന്നാണ് പറയുന്നത്, പൊമേലോ ഫ്രൂട്ട്. സ്കാർലറ്റ് ഗോഡ് എന്നാണ് ഇതിനെ പറയുന്നത്, സ്കാർലറ്റ് ഗോഡ്. നമ്മൾ കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. സോ ഐ ആഡഡ് ഇറ്റ് ടു ദ പ്ലാസ്റ്റിക് ബാഗ്. ഞാൻ കുറച്ച് കോവക്ക എടുത്ത്. ഇനി ദിസ് ഇസ് ലെമൺ. പിന്നെ അറിയാം, ചെറുനാരങ്ങ, ലെമൺ. പടവലം, ഇതിനെ പറയുന്നത് സ്നേക്ക് ഗോഡ് എന്നാണ് പറയുന്നത് പടവലത്തിന്. നെല്ലിക്ക, ഗൂസ്ബെറി. ആൻഡ് ഇവിടെ ഈ ബജ്ജി മുളകുണ്ട്, ചില്ലി. വൈറ്റ് റാഡിഷ്, വെള്ള കളർ റാഡിഷ്. പ്ലാന്റെയിൻ അഥവാ പച്ചക്കായ. കോളിഫ്ലവർ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വെജീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, പൊറേറ്റോ അഥവാ ഉരുളക്കിഴങ്ങ്. ജിഞ്ചർ, ഇഞ്ചി. ആൻഡ് കൊലക്കേഷ്യ അഥവാ ചേമ്പ്. സ്വീറ്റ് പൊട്ടേറ്റോ. മധുരക്കിഴങ്ങ്. യാം അഥവാ ചേന. ടപ്പിയോക്ക. കപ്പ. സെയിം ചേമ്പ് തന്നെയാണ് കേട്ടോ, ഇത് ചെറിയ ചേമ്പാണ്. വെള്ളരി അഥവാ യെല്ലോ ബെൽ പെപ്പർ. ഇതിന് നമുക്ക് ബെൽ പെപ്പർ എന്നും പറയാം, ക്യാപ്സിക്കം എന്ന് പറയാം.
yellow bell pepper, red bell pepper, white onions, വെള്ള ഉള്ളി, ബേബി ക്യാരറ്റ്സ്, കുഞ്ഞു ക്യാരറ്റ്. ആൻഡ് ഇതാണ് ആഷ് ഗോഡ്, മറ്റേ ആഗ്രപ്പയുടെയൊക്കെ ഉണ്ടാക്കുന്ന സാധനം, കോക്കനട്ട്. തേങ്ങ പിന്നെ കണ്ടറിയാത്ത മലയാളികൾ ആരും ഇല്ലല്ലോ. അനിയൻസ്, വലിയ ഉള്ളി. പിന്നെ നമുക്കവിടെ പിന്നെയുള്ളത് മത്തനാണ്, പംകിൻ. മത്തന് നമ്മൾ പറയുന്നത് പംകിൻ എന്നാണ് കേട്ടോ. ഇതിൻ്റെ സീഡ്സ് ഒക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കഴിയും, പംകിൻ സീഡ്സ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്, നല്ലതാണ് അത് ആരോഗ്യത്തിന്. ഇത് ഫ്രീസർ. നമുക്ക് ഐസ്ക്രീംസ്, എനിക്ക് തന്നെ ഐസ്ക്രീംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് വാട്ടർ ബോട്ടിലിൻ്റെ റാക്ക്. പിന്നെ ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, ബോട്ടിലിനകത്ത് വരുന്ന ഡ്രിങ്ക്സ് ആണ്, സ്വീറ്റ് ആൻഡ് ഡ്രിങ്ക്സ്. ആൻഡ് ഇവിടെ അഗെയിൻ ഒരു ഫ്രീസർ വരുന്നുണ്ട്. ഈ ഫ്രീസറിലുള്ളത് പ്രോസസ്ഡ് മീറ്റ്, സോസേജസ്, അങ്ങനത്തെ ഫ്രോസൺ ഫുഡാണ് വരുന്നത്. ഇത് റൈസിൻസ്, ഉണക്കമുന്തിരി, കാഷ്യൂനട്ട് അഥവാ അണ്ടിപ്പരിപ്പ്, ഫെനൽ സീഡ്സ് അഥവാ പെരുംജീരകം, ഇത് ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സ്, ചെറിയ ജീരകം, മസ്റ്റർഡ്, കടുക്, ഫെനുഗ്രീക്ക്, ഉലുവ, ഇത് പെപ്പർ കോൺസ് ആണ്. അതായത് പെപ്പർ, കുരുമുളകിൻ്റെ നമ്മൾ മണികളിലാണ് പെപ്പർ കോൺസ് എന്ന് പറയുന്നത്. പൊടിയാണെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ എന്ന് പറയാം. സിനമൺ, കറുവപ്പട്ട, ഉണക്കമുളക്, ഡ്രൈഡ് റെഡ് ചില്ലി, ഉണക്കമുളക്, ഡ്രൈഡ് റെഡ് ചില്ലി. ഇത് മരിയാണ്ടോ. ഇത് ഫുള്ള് പൊടികളാട്ടോ, പത്തിരിപ്പൊടി, പുട്ടുപൊടി, ഗോതമ്പൊടി, അങ്ങനത്തെ പൊടികളാണ്. ഈ പൊടികൾ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഫ്ലവർ. സോ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഐ മെയ്ഡ് ദ പേയ്മെൻറ്റ്, ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ആൻഡ് വി ആർ മൂവിങ് ഔട്ട്. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ക്യാബ്. എൻ്റെ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ക്യാബ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഡ്രിസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ തുള്ളിയുള്ളൊരു മഴയില്ലേ, ഭയങ്കര മഴയില്ല എന്നാൽ മഴയുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് മെട്രോയുടെ ബാക്കിലൊരു വലിയ ബിൽഡിംഗ് ആണ്. സോ ഇങ്ങനത്തെ വലിയ ബിൽഡിങ്സിനെ പറയുന്ന പേരാണ് സ്കൈ സ്ക്രേപ്പർ. ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ റെയിൻ കോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ. ഹീസ് വെയറിങ് എ റെയിൻ കോട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.